അബു ഹസൻ, എല്ലാം റെഡിയായോ? യെസ് സർ. ടെൻഷന് വാച്ച് കെട്ടാനും മറന്നു. സമയം എന്തായി? ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബി റെഡി. യെസ് സർ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ഓവർ ഓവർ. ഓക്കെ സർ. അബു ഹസൻ, എമർജൻസി എത്തിക്കഴിഞ്ഞു. കഷ്ടിച്ച് ഒരു സെക്കൻഡ് മാത്രം. സിറ്റി ടൈഗേഴ്സ് വരാൻ സമയമായി. ഓവർ ഓവർ. വേഷം മാറി വന്നിരിക്കുകയാണല്ലേ. നാട്ടുമ്പുറത്തുകാരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ? അബു ഹസൻ, നീ റെഡി? സിറ്റി ടൈഗേഴ്സ് എത്തിക്കഴിഞ്ഞു. മുന്നിൽ നടക്കുന്ന കൊമ്പൻ മീശക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുള്ള സാധനമുണ്ട്. അത് മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണാണ്. തേങ്ങാ പോലൊരു സാധനം കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും. അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇനി എങ്ങനാ പോകേണ്ടത് പണിക്കരെ? എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെന്നല്ലേ പ്രശ്നത്തെ കണ്ടത്. കിഴക്ക് എവിടെ? അതിപ്പോ എങ്ങനെ അറിയാം? കിഴക്ക് പടിഞ്ഞാറ് കിട്ടിയാ പറയായിരുന്നു കിഴക്ക് എവിടെയാന്ന്. എന്താ ഇടോ, ഒന്നുകൂടെ നോക്കാ പണിക്കരെ. നടന്ന് തളർന്നു. ഓ വയ്യേ വയ്യ. നോക്കാനൊന്നും ഇല്ല, എന്നാലും തമ്പുരാന് വേണ്ടി ഒന്നുകൂടി നോക്കാം. അമ്മേ നാരായണ. അല്ലാ, ബോംബ് വയ്ക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ ഓവർ. ഹലോ, ബോംബ് ബോംബ്. ഓവർ ഓവർ. കണ്ടില്ലേ തെളിഞ്ഞിരിക്കണത്? ഇനിയും കിഴക്കോട്ട് തന്നെയാ. ഇനി കിഴക്കോട്ട് പോയ അറബിക്കടലിലെത്തും. എന്ന് തുടങ്ങിയ നടപ്പാണ്. നടപ്പാണ്. എപ്പോഴാ തീരുക? ഇനി ഉടനെ കണ്ടുകിട്ടുന്നത് വരെ എന്താ എന്താ ഇനിയിപ്പൊ കിഴക്ക് എവിടാന്ന് ഇങ്ങനെ അറിയാ? കിഴക്ക് ഓടോ, അതാ നിക്കണം. അതവർ എംആർസിയെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അവർ മൂവ് ചെയ്ത് തുടങ്ങി. Come on, arrest them, fire! എന്തിനാ അവിടെ അയ്യോ എന്റെ അച്ഛൻ. മാറ്റടാ തോക്ക്. നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ? ഈ മീശപ്പൊക്കെ മാർച്ച് 17 കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല, മെയ് 4 കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ, ജൂൺ 12 13 ഇടയ്ക്ക് സെന്റ് മൈക്കൽസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന നീതു എന്ന 2 പിഞ്ച് പെൺകുട്ടികൾ. പറയടാ, ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപ്പറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ? എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടിയും കിട്ടലില്ല. വേണ്ട, സിറ്റി ടൈഗേഴ്സ് എന്ന അവരെ നാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. ഈ വിവരക്കേട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പെൺകുട്ടി? പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. ഓഹോ, അപ്പൊ ആൺകുട്ടിയും കിഡ്നാപ്പ് ചെയ്തോ? എവിടെയവർ? വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. 30ാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ. വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ, എന്ത് പറ്റിയെന്നറിയാൻ വന്നതാ. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതി ആണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാറ് സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമൻ നായരെ? അതെ, ചെറിയ രാമൻ നായരെ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അതുപോട്ടെ അങ്കിൾ, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും. ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്.
എവിടെയാ നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങനെ തേടി നടക്കണത്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? തമ്പുരാനെ ഫോട്ടോ ചെല്ലം ചെല്ലം. ഫോട്ടോ. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. ഓഹോ, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോവാ, അത് വെച്ചങ്ങ് കണക്കൂട്ടിയാ മതി. ഓഹോ. ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? വല്യമ്പുരാനെ മുറിച്ച മുറി. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പടച്ചോ നമ്മളെ സഹായിക്കട്ടെ. ഞാനും സഹായിക്കാം. എടി ഞാൻ അത്ര മണ്ടൊന്നുമല്ല. നിന്റെ ആ പെരട്ട് കിളവ തന്തയുണ്ടല്ലോ, അവൻ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി. നിന്നെ കൊല്ലാതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്ത് കുന്തം വേണേലും ചെയ്യ്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഉറക്കം നിലവിളിക്കാൻ പറഞ്ഞേക്കാം. ആ സെക്കൻഡിൽ നിന്നെ കൊന്നിരിക്കും. പിന്നെ എന്നെ കൊല്ലാൻ മൂർച്ചയുള്ള ഒരു പിച്ചാത്തിയെങ്കിലും ഇവിടെ ഉണ്ടോ? അയ്യ, നിന്നെ പോലെ നീർക്കൊല്ലിയ കൊല്ല എന്തിനടി കത്തി? ഈ കോഴിയൊക്കെ കൊല്ലുന്നവരെ കഴുത്തിരിച്ച് കൊന്നുകളെ ഞാൻ. ഇങ്ങ് വാടാ കഴുത്തിലിരിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഒച്ചയിടും. താഴെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം. പിന്നെ താൻ ചെട്ടിയാരുടെ കാശും വീട്ടുവാടകയും ഒക്കെ കൊടുക്കും. താഴെ ആളുകൾ താമസിക്കുന്നവരെ നീ അവളോട് പറഞ്ഞു അല്ലേ? പറഞ്ഞു. അതിനെന്താ? അവസാനം നീ പോലീസിനെ കൊണ്ടും പിടിപ്പിക്കും അല്ലടാ? രാമേന്ദ്രൻ ദേഷ്യപ്പെടല്ലേ? അല്ലെ തന്നെ അച്ഛനെ കണ്ടത് മുതൽ മനസ്സിന് ആകെ ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുക. എന്നാ അച്ഛനെ കൂടെ അങ്ങോട്ട് പോരുന്നില്ലേ? മനുഷ്യനിവിടെ തീയും ചവിട്ടി നിൽക്കുക. അപ്പോഴാ അവന്റെ ഒരു അച്ഛനും കുച്ചനും. ആ, ഞാൻ ആ MRC ഒന്ന് കാണാൻ പോവാ. അവസാന കയ്യിൽ നിന്ന് നോക്കട്ടെ പണം കിട്ടുമോ ഇല്ലയോന്ന്. ഞാൻ വരട്ടെ. അപ്പൊ ഇവിടെ കാവലിനാരാ? നിന്റെ മറ്റവനോ? മര്യാദയ്ക്ക് അവളെ നോക്കി ഇവിടെ ഇരുന്നോണം. എന്താ? ദയവ് ചെയ്ത് കുട്ടി ഒച്ചയൊന്നും ഉണ്ടാക്കല്ലേ. ആളുകൾ അറിഞ്ഞാ ഒക്കെ തീരും. പോലീസ് വരും, പിടിച്ചോണ്ട് പോകും. അവര് നല്ലതുപോലെ ദേഹോദ്രവേൽപ്പിക്കുകയും ചെയ്യും. അതേ, ഞാൻ ആ വെള്ളക്കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അത് പോട്ടെ, തനിക്ക് വിശക്കുന്നില്ലേ? ആ, വിശപ്പൊക്കെ കലശലായിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം? ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചില്ലി കാശും ഇല്ല. കാശ് ഞാൻ തരാം. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വരുമോ? അയ്യോ, കാശുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി എന്തും വാങ്ങിച്ചോണ്ട് വരാം. എന്താ? ഹലോ. അതെ, വാ. താങ്ക് യു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു സാർ. എന്ത് കാര്യങ്ങള്? സാറിന്റെ മകളെ സിറ്റി ടൈഗേഴ്സ് തട്ടിക്കൊണ്ടുപോയ കാര്യം. ആ, ഇരിക്ക്. ഞങ്ങളെ സാറിന് സംശയം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിന് സംശയം? അല്ലെങ്കിൽ ദുരന്തം ഇവിടെ സംഭവിച്ചിട്ട് ഞാനും എന്റെ സുഹൃത്തും ഒന്ന് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാൽ ആരായാലും സംശയിച്ചു പോകും സാർ. ഇടയ്ക്ക് ബോംബെ വരെ ഒന്ന് പോയിരുന്നേ. ഇപ്പൊ വരുന്ന വഴിയാ. ഈ ബിസിനസിന്റെ ഓരോ ബുദ്ധിമുട്ട്. ആ, നിങ്ങൾ സ്വല്പം ബുദ്ധിമുട്ടിലാണെന്നറിയാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സാർ. ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ബോംബെയിൽ നിന്നും വരുന്ന വഴി ട്രെയിനിൽ വെച്ചൊരു ചെറുപ്പക്കാരുമായി പരിചയപ്പെട്ടു. സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അറിയുന്നത് അയാൾ സിറ്റി ടൈഗേഴ്സിന്റെ വർക്കറാണെന്ന്. എന്തിന്റെ വർക്കറാ? സിറ്റി ടൈഗേഴ്സ്. ഓ, അവര്. ആ, എന്നിട്ട്? സാറിന്റെ മകളുടെ കാര്യവും സംസാരിച്ച കൂട്ടത്തിൽ വന്നു. അവരാകെ കോപിച്ചിരിക്കുകയാണ് സാർ. സാർ വിവരങ്ങൾ പോലീസിൽ അറിയിച്ചത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടിയെ കൊല്ലും എന്നുവരവരെന്നോട് പറഞ്ഞു. അവരങ്ങനെ തീർത്തു പറഞ്ഞോ? പറഞ്ഞു സാർ. പക്ഷെ ഞാനൊരു തരത്തിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടേ. പണം എന്റെ തന്ന ഞാൻ തന്നെ സിറ്റി ടൈഗേഴ്സിനെ കണ്ട് മോളെയും കൂട്ടി കൊണ്ട് വരായിരുന്നു. മോളെ കൊണ്ടുവരണം. അവർ ചോദിക്കുന്ന ഇരട്ടി പണവും ഞാൻ കൊടുക്കാം. പക്ഷെ കൊണ്ടുവരുന്ന ജീവനോടെ ആയിരിക്കരുത്. സാർ, എന്താ സാർ ഈ പറയുന്നത്? അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. സാർ ഇത്ര മനുഷ്യത്വമില്ല സംസാരിക്കരുത്. എന്തൊക്കെയായാലും ഞാൻ എന്നെ മനുഷ്യത്വം പഠിപ്പിക്കണ്ട. പറഞ്ഞ പോലെ ചെയ്താൽ മതി. സാർ, സിറ്റി ടൈഗേഴ്സ് അത്രക്കാരല്ല. തനിക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. അവർ പാവങ്ങളാണ് സാർ. പണം കിട്ടുമെന്നറിഞ്ഞാൽ ഏത് പട്ടിയും ചെയ്യവിടൂ. സാർ, സ്വന്തം മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ ആവശ്യപ്പെട്ട നിസ്സാരമായ ഒരു തുക കൊടുത്ത് മകളെ രക്ഷിക്കേണ്ട ഒരു അച്ഛൻ എന്റെ മകളെ കൊല്ലൂ, അവളുടെ ശവമാണ് എനിക്ക് ആവശ്യം പറഞ്ഞ ക്രൂരത കുറച്ച് കൂടുതലാണ് സാർ. ആ, ഞാൻ സ്വല്പം ക്രൂരനാ. എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. അത് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. നടക്കില്ല സാർ. അത് നടക്കില്ല? ആ, ഇല്ല. എങ്കിൽ അവന്മാരുടെ ശവം കൂടെ ഞാൻ എടുക്കേണ്ടി വരും. സിറ്റി ടൈഗേഴ്സിനെ പേടിപ്പിക്കരുത്. Shut up. You shut up.
എന്റെ വീട്ടിൽ കയറുന്നു എന്നോട് അട്ടിക്കരുന്നു എറണാകുളത്ത് ഇറങ്ങായി മിസ്റ്റർ. താനായി തന്റെ മകളായി. തനിക്കും തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമല്ലോ. പേടിപ്പിക്കലോ. വെറുതെ അല്ല മോളെ കരക്കാരെ തട്ടിക്കൊണ്ടുപോയത്. തെണ്ടി. അതെ, തുക ഇത്തിരി കുറച്ചാവുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തുക അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തോന്ന് കിഡ്നാപ്പേഴ്സാ ഇവനൊക്കെ. പറഞ്ഞ വാക്കിൽ ഉറച്ചിക്കാൻ വേണ പോടാ. അങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം പോക്കാടൂ. കുഞ്ഞുട്ടാ, അയ്യോ മോനെ അതല്ലേ ഇവൻ ജെയിംസിനെ തല്ലിയത്. അതിനു മുമ്പ് തല്ലിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പണ്ടേ പറഞ്ഞായിരുന്നു. അവര് കൂടുതൽ ആളിറക്കിയിരിക്കുകയാണ് സാർ. ആര്? സിറ്റി ടൈഗേഴ്സ്. കടുക്കനിട്ട് വെളുത്ത് തടിച്ച കുള്ളനായ ഒരു മീശക്കാരനാണ് സാർ പുതിയ ഗാങ്ങിന്റെ ലീഡർ. അവര് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നു സാർ. ആ റെഡിന്റെ കറമ്പനും ഉണ്ടായിരുന്നു. എല്ലാത്തരം ആധുനിക ആയുധങ്ങളും അവരുടെ കയ്യില്. ആ നേതാവിന്റെ കയ്യില് നമ്മുടെ വടിവാള് പോലെ ഒരെണ്ണം. വടിവാളല്ലേ അത്? അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാനൈഡ്. ആയുധങ്ങളില്ലാതെ ഞങ്ങൾ ഇനി പുറത്തു പോവാണെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. ഓ, അതിന് ഞാൻ എന്ത് ചെയ്യാൻ? ആ ബാങ്ക് ലോൺ ഒന്ന് പാസ്സായി കിട്ടിയിരുന്നെങ്കിൽ ഓരോരുത്തർക്കും കത്തിയോ പിസ്റ്റലോ എന്ത് കുന്തം വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തന്നെ. ഒരു മെഷീൻ ഗൺ വേണം സാർ. അതൊരു അന്തസ്സാ. വായിക്കാവിടെ കുറച്ച് കാശ് കൈ വന്നിരുന്നെങ്കിൽ സ്വീഡനിലോ മറ്റോ പോയി കുറച്ച് ആയുധങ്ങൾക്ക് ഓർഡർ കൊടുക്കാമായിരുന്നു. കിഡ്നാപ്പിംഗ്, ലളിതമായ 100 വഴികൾ എന്ന് എന്റെ ഗ്രന്ഥം റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് കാശ് കൈ കിടന്ന് മറിഞ്ഞേനെ. നിങ്ങൾ ആദ്യം ആ സ്വാമിജി പറഞ്ഞ കുട്ടിയുടെ കാര്യം ശരിയാക്കാൻ നോക്കൂ. അല്ല സാർ, അത് പുതിയ ആയുധങ്ങൾ എത്തിയിട്ട് പോരെ? സിറ്റി ടൈഗേഴ്സ് വേണ്ട, അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ട. ആയുധമില്ലാതെയുള്ള ആക്രമണത്തിന്റെ എത്ര രീതികൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ അത് നോക്കിയാൽ മതി. നഷ്ടപ്പെടുത്താൻ സമയമില്ല. ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. സിറ്റി ടൈഗേഴ്സ്. രാമേന്ദ്ര, രാമേന്ദ്ര, അച്ഛനും തന്നെ കണ്ടു. എല്ലാവരും എന്റെ പുറകെ ഓടി. ഞാൻ അസലായിട്ട് ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ആ കുട്ടി നല്ല കുട്ടിയാ. ഭക്ഷണം വാങ്ങിക്കാൻ കാശ് തന്നു. ആശ, കുട്ടിക്ക് വീട്ടിലേക്ക് പോവാം. ചെയ്ത തെറ്റിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ആകെ വഴിമുട്ടിപ്പോയൊരു ചുറ്റുപാടിൽ ഞങ്ങൾക്ക് തോന്നിയൊരു മണ്ടത്തരം അത്. പോയിക്കോളൂ, പോലീസ് സ്റ്റേഷനിൽ പോവാം, കംപ്ലൈന്റ് കൊടുക്കാം. കുട്ടിക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. ഇറങ്ങിക്കോളൂ. രാമേന്ദ്ര, ചെട്ടിയാര് ഇവിടുത്തെ വാടക. എന്താ രാമേന്ദ്ര, അപ്പൊ പണം വേണ്ടേ? വേണം, പക്ഷെ കിട്ടണമെങ്കിൽ അവളെ കൊല്ലണം. കൊന്നാൽ എത്ര രൂപ തരാന്ന് അയാൾ പറഞ്ഞത്. കൊല്ലാനോ? സ്വന്തം മകളെ? അയാൾക്ക് വല്ല മാനസിക രോഗമുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ആ പെണ്ണ് മരിച്ചു കാണാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്തൊരു മനുഷ്യനാണ് അയാൾ. മനുഷ്യനല്ല, മൃഗം. അയ്യോ രാമേന്ദ്ര, അങ്ങനെയാണെങ്കിൽ അവളെ നമ്മളിപ്പോ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് വലിയ അപകടമായി പോയല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ? നിനക്കും അയാളെ പോലെ തന്നെ മനസാക്ഷി ഇല്ലാതായി പോയോ? കൊലക്കത്തിയുടെ മുമ്പിലേക്കല്ലേ നീ അവളെ ഇപ്പൊ പറഞ്ഞയച്ചത്? പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അവള് വീട്ടിലെത്തുന്നതിന് മുമ്പ് അവളോട് ഈ വിവരം പറയണം, രക്ഷിക്കണം. ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. വാ. ഞങ്ങൾ പറഞ്ഞൊക്കെ ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. അയാളുടെ സ്നേഹപ്രകടനത്തിൽ സംശയം തോന്നി തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അയാൾ
അച്ഛനല്ല. എന്റെ അച്ഛന്റെ മരണശേഷം അമ്മയുടെ പേരിലുള്ള സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഒക്കെ നോക്കി നടത്താൻ ഒരാള് വേണമായിരുന്നു. മാനേജറായി വന്ന അയാൾ എല്ലാത്തിന്റെയും കൈകാര്യകർത്താവായി. അമ്മയയാൾ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. അധികമാവും മുമ്പ് അമ്മ മരിച്ചു. അയാൾ എന്തിനാ കുട്ടിയെ കൊല്ലണമെന്ന് പറയുന്നത്? അതുകൊണ്ട് അയാൾക്കെന്താ ലാഭം? മരിക്കുന്നതിന് മുമ്പ് അമ്മ വിൽപത്രം എഴുതി വെച്ചു. എനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടേ സ്വത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടാവൂ. അതും ഞാൻ നിശ്ചയിക്കുന്ന പോലെ. എനിക്ക് 18 ആകുന്നവരെ അയാൾ വിവാഹം കഴിക്കാനും പാടില്ല. എനിക്ക് 18 ആകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അയാൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ അയാൾക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന്. അയാൾക്ക് പണം മാത്രം മതി. നിങ്ങളും പണത്തിന് വേണ്ടിയാണല്ലോ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത്. ഞങ്ങളുടെ കാര്യം കുറച്ച് വ്യത്യാസമുണ്ട്. വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വിശദമായിട്ട് കുട്ടിയോട് ഞാനെന്ന് പറഞ്ഞല്ലേ. ആശിനി എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്കറിയില്ല. വീട്ടിലേക്ക് പോകണ്ട. ആ ദുഷ്ടം കുട്ടിയെ വെറുതെ വിടില്ല. ഇനി മുതൽ ആശ ഒറ്റയ്ക്കല്ല. 18 വയസ്സാകുന്നവരെ ആശയ്ക്ക് ഇവിടെ കഴിയാം. ആ MRC എന്ത് ചെയ്യും നോക്കല്ലോ. ഹലോ, ഞാൻ സ്വാമിജിയാ. എന്താ സ്വാമിജി? MRC കാശ് തരില്ലെന്നുള്ള പിടിവാശിയിലല്ലേ? പക്ഷെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആ കുട്ടിയെ കൊല്ലുകയാണെങ്കിൽ അയാൾ കാശ് തരും. അതെ, തന്നേക്കും. ഇനി 18 വയസ്സാകാൻ അധികം നാളുകളില്ലല്ലോ. 18? അതെടാ കള്ള റാസ്കൽ MRC. ആശയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലല്ലോ. തന്നെ പിടിച്ച് പുറത്താക്കില്ലേ? ഹലോ, ഞാൻ സ്വാമിജിയാ. നിർത്തോ നിന്റെ ഒരു സ്വാമിജി. തന്റെ എല്ലാ കളികളും ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പേര് മാറ്റിയുള്ള ഫോൺ വിളിയും എല്ലാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ബ്ലഡി ഫൂൾ. ആശയ്ക്ക് 18 വയസ്സാകുന്നവരെ ഞങ്ങൾ അവളെ സംരക്ഷിക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നിട്ട് തന്നെ ചവിട്ടി പുറത്താക്കും. താനൊരു തെരുവുപട്ടിയെ പോലെ തെണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നരകിച്ച് അവസാനം രക്തക്കണ്ണീരിലെ MR രാധയെ പോലെ താൻ കുഷ്ഠം പിടിച്ചു മരിക്കും. ഒരുങ്ങിക്കോ, ബാക്കി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. റാംബോ ചാക്കോച്ചൻ ഹിയർ. ഓഹോ, തന്റെ അസുഖം തീർന്നില്ലേ? എന്തോന്ന് ചാക്കോച്ചാ, അന്ന് ഞാൻ ഇച്ചിരി തമാശ പറഞ്ഞെന്ന് വിചാരിച്ച അതും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? കളയുന്നേ. കൂടുതൽ ചക്രവർത്തമാനൊന്നും വേണ്ട, കാര്യം പറ. ഞാനൊരു അല്പം ബിസിയാ. തിരക്കിനിടയിൽ ഒരു അല്പസമയം എനിക്ക് വേണ്ടി കൂടെ മാറ്റി വെക്ക്. നമ്മുടെ ആ പഴയ കാര്യം. ഏത്? ആ പെങ്കൊച്ചിന്റെയോ? ആ ഫയൽ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു. ഇനി അത് തുറക്കുന്ന പ്രശ്നമേ ഇല്ല. ചാക്കോച്ചൻ അങ്ങനെ പറയരുത്. ജീവനോടെ വേണമെന്നില്ല. എങ്ങനെയെങ്കിലും ആ കുട്ടി ഒന്ന് കൊന്നു തന്നാ മതി. 5 ലക്ഷം ഞാൻ തരാം. ചാക്കോച്ചനാണ് സത്യം. 5 ലക്ഷമല്ല, 5 കോടി തരാമെന്ന് പറഞ്ഞാലും അത് നടക്കില്ല. അവരോട് പൊരുതി ജയിക്കാൻ എന്റെ ഫോഴ്സിനാകില്ല. ഇതൊരു പച്ച പരമാർത്ഥമാണ്. ഒരു പ്രശ്നവുമില്ല. ഏത് സിറ്റി ടൈഗേഴ്സ്? 2 ദരിദ്രവാസി പയ്യന്മാര്. അവരൊന്നും ഒരു പ്രശ്നമല്ല ചാക്കോച്ച. നിങ്ങൾക്കത് പറയാം. ഏതോ അണ്ടർഗ്രൗണ്ട് താവളത്തിലുള്ളവരെ പല വലിയ പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സമയത്തും നിങ്ങളെ എന്നെ വരെ അവർ തട്ടിക്കൊണ്ടു പോയെന്ന് പറയാം. നിങ്ങൾ എന്തോന്നായി പറയുന്നേ? ഏത് അണ്ടർഗ്രൗണ്ടില്? ആ സെന്റ് മേരീസ് ചർച്ചിന്റെ മുമ്പിലൂടെ നേരെ വടക്കോട്ട് പോകുമ്പോ വലതുവശത്ത് കാണുന്ന വില്ലിംഗ്ടൺ സ്ട്രീറ്റിലെ ആ ബ്രോയിലർ കോഴി കച്ചവടം ചെയ്യുന്ന വീടിന്റെ മുകളത്തെ നിലയിലാ അവര് താമസം. നിങ്ങൾ വിചാരിച്ച നടക്കും ചാക്കോച്ച. ഉറപ്പൊന്നും പറയുന്നില്ല, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ? 5 ലക്ഷം രൂപ ആയുസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. നോ, വിടാൻ പറ്റില്ല. ഒരുത്തരും എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും.